നമസ്കാരം. എൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാണാം. ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഉത്സവത്തിനിടയിലേക്ക് കാട്ടാനകൂട്ടം എത്തി. അതിരപ്പള്ളി അരൂർമൊഴിയിലാണ് അസാധാരണമായ സംഭവം. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി ഉണങ്ങുന്നു. വാർത്തകൾ വിശദമായി അറിയാം. ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ചൊവ്വാഴ്ച രാവിലെ 1:45-ഓടെയാണ് അപകടം. ബൈക്ക് യാത്രികനായ പെരിങ്ങോട്ടുകര സ്വദേശി റാഷിദിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ MHM ആംബുലൻസ് പ്രവർത്തകർ ചന്ദ്രാപിന്നി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്സവത്തിനിടയിലേക്ക് കാട്ടാനകൂട്ടം എത്തി. അതിരപ്പള്ളി അരൂർമൊഴിയിലാണ് അസാധാരണമായ സംഭവം. നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടയിലേക്കാണ് കാട്ടാനകൾ എത്തിയത്. 500ഓളം ആളുകൾ ഈ സമയം ഈ പ്രദേശത്തുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. ആനകൾ സ്ഥലത്ത് പരിഭ്രാന്തി പരത്തി. തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ തുരത്തി. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. വേപ്പൂർ ഭാഗത്ത് നിർമ്മിച്ച കനാലിന്റെ 50 മീറ്ററോളമാണ് തകർന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30-യോടെയാണ് സംഭവം. കുറുമാലിപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത്. കനാലിന്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു. വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി. ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വരന്തരപ്പള്ളി വരിക്കാനിക്കൽ ഷാർങ്ങധരനാണ് കനാൽ തകർന്നത് കണ്ടത്. ഇവരുടെ പറമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ഷാർങ്ങധരൻ ഓടിമാറുകയായിരുന്നു. ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. മുൻപും ഈ കനാലിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്നാണ് ആക്ഷേപം. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ നിർമ്മിച്ച 3 കിലോമീറ്ററോളം നീളമുള്ള കനാലിന്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയിലാണ്. ഉയർന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴുന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലുമാണ് എത്തുന്നത്. തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിന്നും പൈപ്പ് മാർഗം കുട്ടൻചിറ കുന്നിലെ ടാങ്കിലെത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്നത്. അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കലോത്സവത്തിന്റെ തലേദിവസം രാത്രി മുഴുവൻ ഭക്ഷണം വിളമ്പും. മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത്. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളിലേക്കും കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ കലവറ നിറച്ചു തുടങ്ങി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാക്കുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാക്കാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കുന്നതിന് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി ഉണങ്ങുന്നു. കുഴിക്കാണിത്തോട്ടിലൂടെ ഇറിഗേഷൻ അധികൃതർ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. കൊളത്തൂർ പാടശേഖരത്തിലേക്ക് വെള്ളം എത്തുന്നത് കുഴിക്കാണിത്തോട്ടിലെ കോണിക്കച്ചിറയിൽ നിന്നാണ്. വേനൽക്കാലമായാൽ ചിറയിലെ ജലനിരപ്പ് താഴുന്നത് പതിവാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിൽ നിന്നും കുഴിക്കാണിത്തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടാണ് കോണിക്കച്ചിറ അടക്കമുള്ള തടയണകളിൽ വേനൽക്കാലത്തെ ജലനിരപ്പ് ഉയർത്താറുള്ളത്.
ചിറയിൽ നിന്നും വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പതിവ് പോലെ കുളത്തൂർ പാടശേഖരത്തിൽ ഇത്തവണയും കർഷകർ മുണ്ടകൻ വിളയിറക്കി. എന്നാൽ തോട്ടിലൂടെ വെള്ളമെത്താത്തതിനാൽ കോണി വറ്റി വരളുകയും ജലസേചനത്തിന് വഴിയില്ലാതെ കർഷകർ വലയുകയുമാണ്. കർഷകർക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം തോട്ടിലൂടെ വെള്ളം തുറന്നുവിട്ട് കോണിക്കച്ചിറയിൽ ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നെൽകൃഷി കരിഞ്ഞു പോകുന്നതിനും മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനും ഇടയാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 35 രൂപ കൂടി. ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഉത്സവത്തിനിടയിലേക്ക് കാട്ടാനകൂട്ടം എത്തി. അതിരപ്പള്ളി അരൂർമൊഴിയിലാണ് അസാധാരണമായ സംഭവം. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി ഉണങ്ങുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേഷണം രാത്രി 9:30, 10:30, 11:30, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.